നിർത്താതെ നിയമലംഘനങ്ങൾ ഉണ്ടാകുന്നു. അതാണ് ദേശീയപാത 66 അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. നിരോധനം മറികടന്ന് ഇരുചക്രവാഹനങ്ങൾ യഥേഷ്ടം ബൈപ്പാസിൽ പ്രവേശിക്കുന്നുണ്ട്. വൺ വേയും എൻട്രി എക്സിറ്റ് നിയന്ത്രണങ്ങളും വാഹനങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്നതും അപകട സാധ്യത ഉയർത്തുകയാണ്. വി എസ് രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, അപകടപാതയായി മാറാതിരിക്കാൻ ഇനിയും നടപടികൾ വേണം. ഇപ്പോൾ തന്നെ നിയമലംഘനങ്ങൾ പലതും നമ്മൾ കാണുകയാണ്. ഇന്ന് കുറ്റിപ്പുറത്തുണ്ടായ അപകടം ഒരു ഉദാഹരണമാണ്, ഒരു അലാമിംഗ് സിറ്റുവേഷൻ ആണ്. ഇത്തരത്തിൽ പല രീതിയിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എപ്പോഴും ആളുകളെ ഓർമ്മിപ്പിക്കുന്നതാണ്. എന്നിട്ടും നിയമലംഘനങ്ങൾ അതുകൂടി അപകടങ്ങൾക്ക് വഴിവെക്കുന്നു അല്ലേ രഞ്ജിത്ത്? വിനിത, തീർച്ചയായിട്ടും നമ്മൾ ദേശീയപാതയിലൂടെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ 3 ലൈനാണ്. വലിയ വേഗത്തിൽ വാഹനങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ നിയമലംഘനം ഉണ്ടാകുമ്പോൾ ഈ അപകട ഭീഷണി ഇവിടെ ഉയരും. കാരണം എല്ലാവരും നല്ല വേഗത്തിലായിരിക്കും. ആ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് വേഗത നിയന്ത്രിച്ച് അവിടെ അപകടം കുറയ്ക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ ക്യാമറയിൽ കണ്ടതുപോലെ ഇവിടെ ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകുന്നു. ദേശീയപാതയിലൂടെ ഇരുചക്ര വാഹനങ്ങൾ പ്രവേശിക്കരുത് എന്നുള്ളതാണ്. ഓട്ടോറിക്ഷകൾക്കും പ്രവേശനമില്ല. അത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ കൃത്യമായി തന്നെ സർവീസ് റോഡ് ഉള്ളതിനാൽ ഇതിനകത്തേക്ക് കയറരുത് എന്നുള്ളത് RTO നിർദ്ദേശമുണ്ട്. ഇവിടെ പല ഭാഗത്തും ബോർഡുകളുണ്ട്. പക്ഷെ നോക്കൂ, എത്ര യഥേഷ്ടം ഇരുചക്ര വാഹനങ്ങൾ കടക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ ഇവിടെ 5 മിനിറ്റ് നേരം നിൽക്കുന്ന സമയത്ത് ഇതിപ്പോൾ എൻട്രിയാണ്. ഈ എൻട്രി ഭാഗത്തോടുകൂടി ആളുകൾ എക്സിറ്റ് അടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ 3rd ലൈനിലൂടെ വന്ന് നേരെ ഇവർ എക്സിറ്റ് അടിക്കുകയാണ്. എക്സിറ്റ് അടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സർവീസ് റോഡിൽ നിന്ന് വാഹനങ്ങൾ ഇങ്ങോട്ട് നാഷണൽ ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന ഈ ഭാഗത്ത് വെച്ച് എക്സിറ്റ് അടിക്കുമ്പോൾ ഈ വാഹനങ്ങൾ കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നിയമലംഘനമാണ്. അതുപോലെ വൺ വേകൾ തെറ്റിച്ചുള്ള യാത്രകൾ, നമുക്കറിയാം ഒരു KSRTC ബസ് ഇവിടുന്ന് വൺ വേ തെറ്റിച്ച പുറത്തേക്ക് കടക്കുന്ന ദൃശ്യം വരെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ വൺ വേ തെറ്റിച്ചുള്ള യാത്രകൾ, അതുപോലെ തന്നെ ഇതിനകത്തേക്ക് പ്രവേശനമില്ലാത്ത വാഹനങ്ങൾ കടന്നു പോകുന്നത്, ഈ ട്രാക്കുകൾ മാറിയുള്ള യാത്ര, ഈ 3 ലൈനുകൾ മാറുമ്പോൾ ഓരോന്നും ഓരോ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ആ ലൈനുകൾ മാറുന്നത് ഇങ്ങനെ അമിതമായ വേഗതയ്ക്കൊപ്പം തന്നെ നിയമലംഘനങ്ങളും ദേശീയപാതയിൽ വലിയ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ്, നിയമലംഘനങ്ങൾ ആവർത്തിക്കുമ്പോൾ അത് അപകടങ്ങൾ കൂട്ടുകയും ചെയ്യും. വി എസ് രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കൃത്യമായി ഇക്കാര്യങ്ങൾ പാലിച്ചാൽ മാത്രമേ നമുക്ക് ദേശീയപാതയിലൂടെ സുഗമമായ യാത്ര സാധ്യമാവുകയുള്ളൂ.